സ്കൂളുകളിലെ സൂംബ പരിശീലന ചുമതല ഏൽപ്പിച്ചതിനെതിരെ കായികാധ്യാപകർ രംഗത്ത് വരികയാണ്. എന്താ കാര്യം? പോസ്റ്റുകൾ നികത്തുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്ക് എക്സ്ട്രാ ജോലി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റുകളുടെ കുറവുൾപ്പെടെ കായിക അധ്യാപകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് സൂംബ ചുമതല നൽകുന്നത് എന്നാണ് ആരോപണം. തസ്തിക പുനർനിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കായിക അധ്യാപകർ പുറത്താകും. പരിഹാരം ആവശ്യപ്പെട്ട് കായിക അധ്യാപകരുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കി മാത്രമാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിശ്ചയിക്കുന്നത്. പക്ഷേ അതുപോലും കുറവാണ്. 2739 യു പി സ്കൂളും 2663 ഹൈസ്കൂളും ഉണ്ടെങ്കിലും ആകെ അധ്യാപകരുടെ എണ്ണം 1800-ൽ താഴെയാണ്. തസ്തിക നിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകർ പുറത്താകും. വിദ്യാർത്ഥികളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതിന് പുറമെ ഇപ്പോൾ സൂംബ പരിശീലനവും കായിക അധ്യാപകർ ചെയ്യണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കായിക അധ്യാപകരുടെ സംഘടന സൂംബ പരിശീലനത്തിനെതിരെ രംഗത്തെത്തിയത്. കായിക അധ്യാപകർക്ക് അതിനുള്ള വേറെ പ്രത്യേക ട്രെയിനിങ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. സൂംബയ്ക്കുള്ള മറ്റ് 37 ഗെയിംസ് 40-50ഓളം ഗെയിംസ് തന്നെ നമുക്ക് നടത്തി തീർക്കാൻ പോലും സമയമില്ല. ഏറ്റവും കൂടുതൽ മത്സര ഇനങ്ങളുള്ളത് സീനിയർ ജൂനിയർ വിഭാഗത്തിലാണ്. ഈ സീനിയർ ജൂനിയർ കുട്ടികൾ കൂടുതലുള്ളത് ഹയർ സെക്കൻഡറിയിലാണ്. ഹയർ സെക്കൻഡറിയിൽ നമ്മുടെ ഇല്ല, അവിടെ ഇല്ല, കായികാധ്യാപകരും ഇല്ല. കായിക അധ്യാപകരുടെ തസ്തിക നിർണയത്തിനുള്ള മാനദണ്ഡം മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഓരോ സ്റ്റാഫ് ഫിക്സേഷൻ കഴിയുമ്പോഴും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കായികാധ്യാപകരുടെ എണ്ണം കുറഞ്ഞു വരികയും പലരും ജോലിയും കൂലിയും നഷ്ടപ്പെട്ട് പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 500 കുട്ടികൾ എന്നുള്ള 65 വർഷം മുന്നേ പഴക്കമുള്ള ഒരു നിയമം ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആകെ 384 സ്കൂളുകളിൽ മാത്രമാണ് കായികാധ്യാപകർ നിലവിലുള്ളത്. ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യ വിഷയമാക്കി മാറ്റി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനാവകാശം ഉറപ്പാക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അധ്യാപകരുടെ സംഘടന പരാതി നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങൾ ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതൊരു പറയുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ ഫൈൻ എന്താണ് പെട്ടെന്ന് തന്നെ ഇത് അധ്യയനത്തിൽ ഉൾപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ ഇത് പഠിപ്പിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഈ അധ്യാപകർക്ക് ഇതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് ഉമേഷ്, അല്ലേ? ഗുഡ് മോർണിംഗ് ആഷ്മി, ഗുഡ് മോർണിംഗ് പ്രവിത. എന്തായാലും നിലവിൽ ഇവർ പറയുന്നതിൽ കൃത്യമായ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഒരു വാർത്തയാക്കി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണ ഒരു പരാതിയായി ഇതിനെ അവഗണിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി സൂംബ പരിശീലനം ആകാമെന്ന് ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കേട്ടുടൻ ഈ അക്കാദമിക് വർഷം തന്നെ ഇത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സംസ്ഥാനത്ത് തന്നെ 1800 കായിക അധ്യാപകരേ ഉള്ളൂ. പക്ഷേ അതിലധികം പൊതുവിദ്യാലയങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഒരു ചോദ്യം, എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സൂംബ പരിശീലനം വേണ്ടേ എന്നുള്ളതാണ്. ഒപ്പം ഈ സൂംബ പരിശീലനം നടത്താൻ കായിക അധ്യാപകർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. കാരണം ഒരു കായിക അധ്യാപകനാകണമെങ്കിൽ അതിന് കൃത്യമായ കായിക വിദ്യാഭ്യാസം കഴിയണം. അത് കഴിഞ്ഞ് ശേഷം മാത്രമേ സ്കൂളുകളിൽ കായിക അധ്യാപക പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും കഴിയുകയുള്ളൂ. പക്ഷേ അത്തരത്തിലൊരു കായിക പരിശീലനം അല്ല ഈ സൂംബ പരിശീലനത്തിന് വേണ്ടത്. സൂംബ പരിശീലനം എന്ന് പറയുന്ന അത് കുറച്ചുകൂടി താളാത്മകവും ഒപ്പം ശാരീരിക അധ്വാനവും കൂടിയുള്ള ഒരു വ്യായാമ രീതിയാണ്. അതിന് ഏത് രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ഏത് രീതിയിലുള്ള പരിശീലനമാണ് അധ്യാപകർക്ക് നൽകി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. അപ്പോഴും ഈ സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും ഈ സേവനം ലഭിക്കുന്നുണ്ടോ എന്നുള്ള രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം നിൽക്കുന്നു. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത്തരം ഒരു പരാതി അവർ ഉന്നയിക്കാൻ കാരണം. സാധാരണഗതിയിൽ താല്പര്യമുള്ളവർക്ക്, അതായത് സൂംബ പോലുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ താല്പര്യമുള്ള അധ്യാപകർ മുന്നോട്ട് വരികയും അവർക്ക് പരിശീലനം നൽകി അത് വിദ്യാർത്ഥികൾക്ക് പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സമയമുണ്ട്. ആ സമയം പക്ഷേ ഇത്തവണ ഈ സൂംബ പരിശീലനം സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടില്ല. വളരെ വേഗത്തിൽ തന്നെ സർക്കാർ നടപ്പാക്കി മുന്നോട്ട് പോവുകയാണുണ്ടായത്. എന്തായാലും ബാലാരിഷ്ടതകൾ മാറുന്നതിനനുസരിച്ച് ഈ അധ്യാപകരുടെ പരാതികളെല്ലാം കേട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറയുന്നത്. എന്തായാലും അതിനൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധി അത് കൃത്യമായി നൽകുന്നതിന് മുൻപ് തന്നെ പദ്ധതി നടപ്പാക്കി അത് മുന്നോട്ട് കൊണ്ടുപോയി ഈ അധ്യയന വർഷം സ്കൂൾ തുറക്കുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രചാരണവും അതായിരുന്നു സൂംബ പരിശീലനം വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിന് പിന്നിൽ ഇത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. ഒരുപക്ഷെ സർക്കാർ വരും ദിവസങ്ങളിൽ അത് പരിഹരിക്കുമായിരിക്കും. എന്തായാലും കായിക അധ്യാപകർ ഇതിൽ എതിർപ്പ് ഉണ്ട്. അത് എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ സംഘടനയും സർക്കാർ മേഖലയിലെ അധ്യാപകരുടെ സംഘടനകളും ഒന്നിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയത്. അഷ്മി.
ശരി, എന്തായാലും ഈ സൂംബ വെറുതെ പരിശീലിപ്പിക്കാൻ പറ്റില്ല കുട്ടികളെ. അതിനുള്ള പരിശീലനം ആദ്യം അധ്യാപകർ നേടണം. ഉണ്ടാവണം. അതെ, അത് എന്ന് പറഞ്ഞാൽ വേണം. നല്ല നിർദ്ദേശമാണ്. എല്ലാ സ്കൂളുകളിലും നിർദ്ദേശം സൂംബ സ്വാഗതാർഹം നല്ല നിർദ്ദേശമാണ്. തന്നെയാണ്. പക്ഷേ അതിനുള്ള നമ്മൾ പാരഫർണാലിറ്റി പഠിച്ചപ്പോൾ ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മൾ പഠിച്ചപ്പോൾ ഇങ്ങനൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലേ.